എനിക്ക് GST രജിസ്ട്രേഷൻ ഉള്ള ആളാണ്. ഇയർലി ഒരു 50 ലക്ഷം അടുത്ത് അത്രയൊക്കെ ടേൺ ഓവർ ഉള്ളൂ. എൻ്റെ കസ്റ്റമേഴ്സിന് ആർക്കും ITC ക്ലെയിം ചെയ്യേണ്ട ആവശ്യമില്ല. സപ്ലൈസ് ആണെങ്കിൽ GST കൃത്യമായിട്ട് ഫയൽ ചെയ്യുന്നവരല്ല. അപ്പം എനിക്ക് അതുകൊണ്ട് തന്നെ ITC ക്ലെയിം ചെയ്യാൻ പറ്റാറില്ല. അത് കാരണം തന്നെ എനിക്ക് GST ആയിട്ട് കുറച്ച് എമൗണ്ട് കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. അതൊരു ബുദ്ധിമുട്ടാണ്. അപ്പം മന്ത്ലി ഇങ്ങനെ ഫയൽ ചെയ്യാതെ വേറെ എന്തെങ്കിലും അതിനൊരു മാർഗമുണ്ടോ? ഈ കേസിൽ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റിയ ഒരു സ്കീമാണ് കോമ്പോസിഷൻ സ്കീം. കാരണം ഇവിടെ നമ്മുടെ ടേൺ ഓവർ 50 ലക്ഷത്തൊക്കെ വരുന്നുള്ളൂ. അതായത് ഒരു 1.5 കോടിയിൽ താഴെയൊക്കെയാണ് ടേൺ ഓവർ വരുന്നതെങ്കിലാണ് നമുക്ക് കോമ്പോസിഷൻ സ്കീം ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഇവിടെ നമ്മുടെ ടേൺ ഓവറിന്റെ 1% GST ആയിട്ട് അടയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ നമുക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ സപ്ലയേഴ്സ് GST ഫയൽ ചെയ്തില്ലെങ്കിലും അത് നമ്മളെ ബാധിക്കുന്നില്ല. മാത്രമല്ല മന്ത്ലി നമുക്ക് ഫയൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ക്വാർട്ടർലി ആണ് നമ്മൾ കോമ്പോസിഷന്റെ റിട്ടേൺ ഫയൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ റെഗുലർ സ്കീമിൽ നിൽക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാം. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറണമെങ്കിൽ അതിന് തൊട്ട് മുൻപുള്ള മാർച്ച് 31 മുൻപ് നിങ്ങൾക്ക് ഇത് ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാം. അതായത് ഇപ്പം ഫിനാൻഷ്യൽ ഇയർ 2025-26 നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാൻ എലിജിബിൾ ആണെങ്കിൽ മാർച്ച് 31, 2025 മുൻപായിട്ട് നിങ്ങൾ ഈ സ്കീം ഓപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോമ്പോസിഷൻ സ്കീമിലേക്ക് മാറാവുന്നതാണ്.